ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴഞ്ചേരി മാരാമണ്ണിൽ തിരുവനന്തപുരം RCCയിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അത് തേജസ് ഗോസ്പൽ മിനിസ്ട്രി എന്ന് പറയുന്ന ആ ഗ്രൂപ്പാണ് RCCയിൽ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ അവരിന്ന് ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ട്. അത് പൊതിയാക്കിയാണ് കൊണ്ടുപോകുന്നത്. ഇത് ജോൺ മാത്യു എന്ന് പറയുന്ന പാസ്റ്ററാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പം പാസ്റ്ററെ നമുക്കൊന്ന് ചോദിക്കാം. അപ്പോൾ ഇത് കൊടുക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഒരു നേരം ആഹാരം എന്ന സംരംഭം ചെയ്യുന്നത് തേജസ് ഗോസ്പൽ മിനിസ്ട്രി മാരാമണ്ണാണ്. ഇതിന് നേതൃത്വം നൽകുന്നത് പാസ്റ്റർ ജോൺ മാത്യുവും ഭാര്യ ജിനു സിസ്റ്ററുമാണ്. ഇവര് ചെയ്യുന്നത് നമുക്ക് പാസ്റ്ററോട് തന്നെ ചില ചോദിക്കാം. പാസ്റ്ററെ, ഈ ആഹാരം ഭക്ഷണം ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷം കൊണ്ട് ഇത് കൊടുക്കുന്നുണ്ട്? 1995 ഞാൻ യേശുവിനെ അറിഞ്ഞത്. ആ സമയം മുതൽ നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുവാൻ ദൈവം ഒരു കൃപ തന്നു. അതിപ്പോൾ ഏകദേശം 30 വർഷമായി ഈ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യം കോഴഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം വിവിധ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ആയുർവേദ ആശുപത്രികൾ അത് സൗജന്യമായിട്ട് കൊടുത്തു. എന്നാൽ ഇപ്പോൾ ഒരു 10-11 വർഷമായിട്ട് തിരുവനന്തപുരത്തുള്ള RCCയിലാണ് ഭക്ഷണമായിട്ട് പോകുന്നത്. ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് പാക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് അത് ചെയ്താണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഏകദേശം ഒരു 100-120 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ നിന്ന് അത് കൊണ്ടുപോയി അവിടെ എത്തിക്കുക. വളരെ ആവശ്യമുള്ളവരാണ് അവിടെ വന്ന് ഈ ഭക്ഷണപ്പൊതികൾ വാങ്ങുന്നത്. ഇങ്ങനെ ഈ കാര്യം ചെയ്യുന്നതിൽ സിസ്റ്റർക്കും വളരെ സന്തോഷമാണല്ലോ ഉള്ളത്. വളരെ സന്തോഷമാണുള്ളത്. കാരണം ഭക്ഷണമില്ലാത്ത പ്രയാസപ്പെടുന്ന OPയിൽ തന്നെ ഏകദേശം 4000 പേരാണ് RCC വരുന്നത്. അവർ എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞൊക്കെ അവർ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പം തന്നെ ഒരു ഈവനിങ് ഒക്കെ ആവും. ആ സമയം വരെയും അവർ ഭക്ഷണം കഴിക്കാതായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മളിത് ഈവനിങ് ഒരു 4 o'clock ആകുമ്പോൾ ഇത് അവിടെ എത്തും. ആ സമയത്ത് വളരെ ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ആ ശുശ്രൂഷയിൽ. വിശ്വാസികളായ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് തന്നെയാണ് ഈ പ്രവൃത്തി പങ്കുചേരുന്നത്. RC കൊണ്ടുപോകേണ്ട ദിവസത്തിൻ്റെ തലേദിവസം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ കുറച്ച് പേര് വന്ന് അതിന് വേണ്ട സാധനങ്ങളും പച്ചക്കറികളും എല്ലാം അരിഞ്ഞ് പെറുക്കി ഞങ്ങൾ സൂക്ഷിച്ച് വെക്കും. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വന്ന് അതിൻ്റെ പാക്കിംഗ് പരിപാടിക്ക് ഞങ്ങൾ സഹകരിച്ച് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങളിത് ചെയ്യുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഇതിൽ പങ്കുചേരുന്നത്. കുഞ്ഞുമോൻ സഹോദരനാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇത് ജിതിൻ ബ്രദർ. ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ആർക്കെങ്കിലും സഹകരിക്കണം, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം എനിക്ക് ഒരാൾക്ക് കൊടുക്കണം, അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ, അല്ലെങ്കിൽ സഹകരിക്കണമെന്ന് തോന്നുന്നെങ്കിൽ ഞാൻ ഈ പാസ്റ്ററിൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുത്തേക്കാം. പാസ്റ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ.